മമ്മൂട്ടിയെ നടനാക്കുന്നതിന് പകരം ഞാൻ എന്നെ തന്നെ ഒരു വലിയ നടനാക്കിയാൽ മതിയായിരുന്നല്ലോ. എന്തുകൊണ്ട് എനിക്കത് സാധിച്ചില്ല? എനിക്കതിനുള്ള കഴിവില്ലാത്തതുകൊണ്ട്. ശ്രീനിവാസന്റെ കുറവുകളിലായിരുന്നു നമ്മൾ ചിരിച്ചത്. നമ്മൾ കരഞ്ഞത് അയാളുടെ കഴിവുകളിലും. മറക്കണം, മറന്നേ പറ്റൂ. ഓർമ്മിക്കാൻ വേണ്ടി ഞാനിപ്പോ ആർക്കും ഒന്നും ചെയ്തു കൊടുക്കാറില്ല. തന്റെ കഴിവും കഴിവുകേടുകളും സമാസമം ചേർത്തുപയോഗിച്ച മനുഷ്യൻ ലോകത്തിത്തരക്കാർ അപൂർവമാണ്. ഇതിലും ഭേദം വൈറ്റ് വാഷ് ചെയ്യായിരുന്നു. അയാൾ ധൈര്യശാലിയായിരുന്നു, കൂർമ്മ ബുദ്ധി ഉണ്ടായിരുന്നു. ഇത് രണ്ടും ചേർന്നപ്പോൾ തന്റെ ചുറ്റുപാടിലെ ജീർണതകളും അയാൾ വെള്ളിത്തിരയിലെത്തിച്ചു. അതും അവരെ തന്നെ ഉപയോഗിച്ച് നർമ്മമായുധമാക്കി. സൂപ്പർ താരങ്ങൾ പ്രതിഫലം കൂട്ടുന്നു എന്ന് എല്ലാവർക്കും പരാതിയാണല്ലോ. ഇത് പറയുന്നവന്മാര് വിചാരിച്ചാൽ ഇറ്റാലിയൻ മാർബിളിന്റെ സ്കോച്ച് വിസ്കിയുടെയും വില കുറയ്ക്കാൻ പറ്റുമോ? ശ്രീനിവാസന്റെ തുറന്നുപറച്ചിലുകൾ ചിലരെയെങ്കിലും അസ്വസ്ഥരാക്കി. എന്നാൽ അയാൾ ആയതുകൊണ്ട് മാത്രം ആരും മിണ്ടിയില്ല. ഉദയനത്തിൽ ഞാൻ പറയുന്നില്ല, എന്റെ മുഖം എന്റെ പൊളിക്കാറുണ്ട്. അതൊക്കെ മമ്മൂട്ടിയുടെ ആഗ്രഹമാണ് ഞാനത് എന്റെ അടുത്ത് പറഞ്ഞത്. ശരിക്കും അയാൾ ആരായിരുന്നു? നടനോ, തിരക്കഥാകൃത്തോ, അതോ സംവിധായകനോ? ശ്രീനി എല്ലാമായിരുന്നു. മലയാള സിനിമാ ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതപ്പെട്ട പേരുകളിലൊന്ന്. 1976 മണിമുഴക്കത്തിലൂടെ മലയാള സിനിമയിലേക്ക് കാലെടുത്തു വെച്ച, രജനീകാന്തിന്റെ കൂടെ പഠിച്ച, മമ്മൂട്ടിക്കായി ശബ്ദം നൽകിയ, മോഹൻലാലിനെ ജനപ്രിയനാക്കിയ പ്രിയപ്പെട്ട ശ്രീനി താങ്കൾക്ക് വിട. ഭൗതികദേഹം മാത്രമേ താങ്കൾ ഉപേക്ഷിക്കുന്നുള്ളൂ. മലയാളിയുടെ ഹൃദയത്തിൽ താങ്കൾ കൊത്തിവെച്ച ആ സ്ഥാനം അവരില്ലാതാകും വരെയുണ്ടാകും. നന്ദി.